ലെഫ്റ്റ് ലെഗ് ആ നല്ല ബാക്ക് പെയിൻ അതേപോലെ ലെഗ് മസിൽസ് സ്ട്രെങ്തൻ ആകുന്ന ആസനം. എക്സേൽ അതിലേക്ക് ശ്രദ്ധിക്കുക. ഇൻഹേൽ റൈറ്റ് ലെഗ് ആ. ഫോർവേഡ് ബെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ പശ്ചിമോത്താസനം ചെയ്തില്ലേ? നമ്മൾ ഈ പ്രയാസം പഠിപ്പിക്കുന്ന നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നോക്കുന്നത് കാലുകൾ നീട്ടി വയ്ക്കും. എല്ലാവരും പുസ്തകം മാറ്റി വെച്ചോ. എന്നിട്ട് നമ്മൾ ഫോർവേഡ് ബെൻഡ് ചെയ്യുമ്പോൾ വീൽ ചെയറിൽ ഒരു കുട്ടിക്ക് ചെയ്യാൻ നമ്മൾ സപ്പോർട്ട് കൊടുക്കുകയാണ്. ആദ്യം മുന്നില് സൗകര്യപ്രദമായ രീതിയിൽ ഒരു ടേബിളോ അല്ലെങ്കിൽ ചെയറോ കൊണ്ടുവയ്ക്കുക. ഇവിടെ കൈ കറക്റ്റ് ഷോൾഡറിലാണ് കറക്റ്റ് ലെവലിൽ ഇരിക്കണം. സീറ്റിംഗ് ആവണം. എന്നിട്ട് കൈകൾ ഒരേ സമയം മുകളിലേക്ക് ഉയർത്താൻ നമ്മൾ ആരെങ്കിലും ഒരാളെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. പതുക്കെ വരുന്ന റിലീസ് ചെയ്യുക. റിലീസ് അവസാനം വന്നു മാസ്റ്റർ സപ്പോർട്ട് ചെയ്യും. പക്ഷെ ഈ കൈ കുതിക്കാൻ പറ്റില്ല. ബാക്കിൽ നിൽക്കുക. ബാക്കിൽ വരിക. ബാക്കിൽ വന്നിട്ട് ഈ കൈ കുതിക്കുക. എങ്ങനെയാ? കൈ കുതിച്ച് ഈ കൈ ഇവിടെ പിടിക്കുക. ഷോൾഡർ കൈ കൊണ്ട് പിടിക്കുക. കൈ കൊണ്ട് ബോഡി വെയിറ്റ് നിങ്ങൾ മുകളിൽ വരും. കൈ കൊണ്ട് ശ്വാസം നല്ല കൈ പൊന്തിക്കുക. സ്ട്രെയിറ്റ് കേട്ടോ. കൈ ഇത്ര ഈ ലെവലിൽ നിൽക്കുള്ളൂ. ഈ കൈ ഇങ്ങനെയാണ് ഈ ലെവലിൽ ഇങ്ങനെ നിൽക്കുള്ളൂ. കൈ മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല. പതുക്കെ മുന്നോട്ട് കൈ ഇവിടെ കൊണ്ടുവന്ന് ഈ ചെയർ ഉത്സാഹപ്പുറത്തേക്ക് പോകാം. ഈ ചെയർ കുറച്ച് മുന്നോട്ട് വരും. ഒന്ന് മുന്നോട്ട് വലിച്ചിട്ട് ചെയർ മുന്നോട്ട് വലിക്കുക മാത്രമേ. നോർമൽ ലെവലില് സപ്പോർട്ടായി ഈ ചെയർ വീണ്ടും ഉത്സാഹം ഇങ്ങോട്ട് കൊണ്ടുവന്നോ. കുറച്ചുകൂടി സപ്പോർട്ട് കൊടുത്തു. കൈ പതുക്കെ ഉയർത്താൻ സപ്പോർട്ട് ചെയ്യും. എന്നിട്ട് കൈ പതുക്കെ താഴേക്ക് ഇങ്ങനെ ബാക്കിൽ വന്നിട്ട് കൈ താഴേക്ക് കൊണ്ടുവരാൻ റിലീസ് കൊടുക്കും. റിലാക്സ് കൊടുക്കും. മനസ്സിലായോ? അപ്പൊ ഈ മൂവ്മെന്റിന് നമുക്ക് സപ്പോർട്ട് ക്ലിയർ ആയി. അപ്പൊ ബാക്കിൽ നമ്മൾ നിന്നിട്ടായിരിക്കണം നിങ്ങൾ സപ്പോർട്ട് കൊടുക്കുക. ക്ലിയർ ആയി? ഒരാളെ ചുമന്റെ സപ്പോർട്ട് കൊടുക്കണം. നമ്മള് കുട്ടികൾ ചുമന്റെ സൈഡിലേക്ക് നിൽക്കണം. ചുമന്റെ സൈഡിലേക്ക് നിൽക്കുന്നു. സപ്പോർട്ട് കൊടുക്കുന്നു. കാല് പതുക്കെ എടുത്തു വെക്കാൻ പറയാ. കൈ വേണമെങ്കിൽ എവിടെയെങ്കിലും സപ്പോർട്ട് കൊടുക്കുക. ബാലൻസ് കണ്ടോ? പിന്നെ പ്രാക്ടീസ് ആവുമ്പോ വീണ്ടും നമ്മള് സിമ്പിൾ ആയി 3 4